Joseph also is also some of the level is not Hawanan. Kabari, they go to the way of the high of the order of Kenya. I see that, but some bowlers may be the white one. But I look at them, but I guess they can go on about a targeting of the full of making that's true. I mean, the girl won the one is a point. Praise God, hallelujah. I know that the reality is the one that they were kind of already in the life. But even the words of number of ways, and now number carrying on the hallelujah. That's what the hallelujah. The middle of the Kataway, hallelujah. Nothing will be hallelujah. Even the development side, I'll get all the way to the hallelujah. I think you put up with the Malogan house and number of the ദൈവത്തോടെ സ്തോത്രം ചെയ്തു. കുറച്ച് വാക്യങ്ങളെ ഉള്ളൂ. വളരെ സന്തോഷകരമായ പല കാര്യങ്ങളും ഓർമ്മിച്ച് ആ ദൈവത്തിൽ സന്തോഷിക്കുന്ന സങ്കീർത്തനമാണല്ലോ. ദാവീദിന്റെ സങ്കീർത്തനം നമുക്കറിയാം. 6 വാക്യങ്ങൾ. ആദ്യത്തെ 2 വാക്യങ്ങൾ വളരെ ചോദ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വളരെ ഉത്കണ്ഠ നിറഞ്ഞായ ആകുലങ്ങൾ നിറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കുന്നു. പിന്നീട് പ്രാർത്ഥനയുടെ നിലവിളിയിലേക്ക് പോകുന്നു. അടുത്ത 2 വാക്യങ്ങൾ സ്തോത്രം. അവസാനത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ തന്റെ വിശ്വാസവും പ്രത്യാശയും ഉദ്ഘോഷിക്കുന്ന വാക്കുകൾ നമ്മൾ കാണുകയാണ്. 3 ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന 3 ഘട്ടങ്ങൾ അവിടെ ദാവീദിന്റെ ജീവിതത്തിലൂടെ അവിടെ വരച്ചു കാണിയിരിക്കുന്നു. കർത്താവിനോട് സ്തോത്രം ചെയ്യുന്നു. ആദ്യത്തെ 1ാമത്തെ വാക്യം വായിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്തു. കാരണം ആ ദാവീദ് പലപ്പോഴും നാം ചിന്തിക്കുന്ന പോലെ തന്നെ തന്റെ ജീവിതം അപായപ്പെടുമെന്ന് ചിന്തിക്കുന്ന സമയത്തിൽ തന്നെ എഴുതിയിരുന്നതാണ്. ശൗലിന്റെ കയ്യാൽ ഞാൻ നശിക്കുകയേ ഉള്ളൂ. നാക്കോട് തന്നെ പറഞ്ഞു തുടങ്ങി. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നൊക്കെ ജനങ്ങൾ പാടുന്നു. സ്തോത്രം. യോനാഥാന്റെ ഹൃദയം ദാവീദിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നു. ദാവീദിനെ സമൂഹ പ്രവാചകൻ അഭിഷേകം ചെയ്യുന്നു. അപ്പോൾ ഒരു രീതി നാം ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ ഔന്നത്യത്തിലേക്ക് കരം പിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാവുന്നു. മനസ്സ് ക്ഷീണിച്ചുകൊണ്ട് അവൻ ദാവീദ് പറയുന്നു, ഞാൻ ഈ ശൗലിന്റെ കയ്യാൽ മരിക്കുകയുള്ളൂ. ഇതുപോലെ പലപ്പോഴും ശത്രു നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ചില ആത്മീയ ഔന്നത്യത്തിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തെ വാസ്തവമായി നാം അറിഞ്ഞ് ദൈവത്തോട് അടുത്ത് നിലവിളിക്കുമ്പോൾ, ദൈവത്തോട് അടുത്ത് ജീവിക്കുമ്പോൾ സ്തോത്രം, ശത്രുവായാലും ചിലപ്പോൾ നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ചില നാശങ്ങൾ നമ്മുടെ മുന്നേ കൊണ്ടിട്ടുകൊണ്ട് ഇതോടുകൂടി അവന് ഈ നാശം നിനക്ക് ഭവിക്കാൻ പോകുന്ന പറഞ്ഞുകൊണ്ട് ശത്രു വാദിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതിനുമേൽ നമുക്ക് ഇന്ന് രാത്രി ജയമടിച്ചിട്ട് മടങ്ങിപ്പോകണം. അവൻ ജയം പ്രാപിച്ച് മടങ്ങി പോകാൻ ഒരുമിച്ച് ഈ വേദഭാഗങ്ങൾ അവൻ ധ്യാനത്തോടെ ചിന്തിച്ച് അവൻ ആത്മീയ നൂതന കർത്താവിന്റെ പ്രാർത്ഥനയോട് മടങ്ങി പോകാൻ ദൈവം നമ്മെ സഹായിക്കുന്ന പ്രാർത്ഥനാപൂർവ്വം. നീ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാവണ്ണം മറയ്ക്കും? നീ എത്രത്തോളം ശത്രുവിനെ എന്റെ മേൽ ഉയരുവാൻ അനുവദിക്കും? മല എത്രത്തോളം അല്ലേ? പത്യം പറഞ്ഞത് ഈ സങ്കീർത്തനത്തിന് തന്നെ പേര് കൊടുത്തിരിക്കുക. എത്രത്തോളം സങ്കീർത്തനം തന്നെ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? ദാവീദിനെ കൊണ്ടുവന്ന വഴികളൊക്കെ ഒരുപക്ഷെ ദാവീദ് മറന്നിട്ടുണ്ടായിരിക്കും അല്ലെ? ഇപ്പോഴും അല്പം സമയത്തേക്ക് മറക്കുന്നുണ്ടോ? നന്ദിയോടെ ദൈവം മറക്കുമോ? സർവശക്തനെ മറക്കുമോ? ഹല്ലേലൂയ. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഹല്ലേലൂയ. പെട്ടതെല്ലാം തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഒരുപക്ഷെ ആ കാലത്ത് സാക്ഷ്യം ഒരു സ്ത്രീവാസം പറഞ്ഞപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം, ഒരുപക്ഷെ സംഭവിക്കാം അല്ലേ? പെട്ടതെല്ലാം മറന്ന ഒരു കുഞ്ഞിനെ അവരെടുത്ത് വളർത്തുന്ന കാര്യം ഓർമ്മിച്ചല്ലോ. പ്രൈസ് ഗോഡ്. അപ്പോൾ പെട്ടതല്ല ഒരു പക്ഷേ തന്റെ കുഞ്ഞിനെ മറന്നേക്കാം. ദൈവത്തിന്റെ വയസ്സിൽ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. അവൻ ഒരു പെട്ടതല്ല തന്റെ കുഞ്ഞിനെ മറന്നാലും അവൻ ഞാൻ നിന്നെ മറക്കുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഉള്ളതിനാൽ ഹല്ലേലൂയ അവൻ മറന്ന ദൈവമല്ല. ഹല്ലേലൂയ. നീ ഓർത്തോണം. ഹല്ലേലൂയ.
ഓ ജീസസ്, ഹല്ലേലൂയ. മറക്കുന്ന കർത്താവല്ല, ദൈവനദിയോടെ ഹല്ലേലൂയ. അവൻ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ മറന്നോ തോന്നുക ദൈവങ്ങളെ, അവൻ നമുക്ക് മറക്കുന്ന കർത്താവല്ല. മോർദെഖായിയുടെ ജീവിതം ഒരു ദിവസം അതോടുകൂടി ജീവിതം അവസാനിച്ചെന്ന് കരുതി ഹാമാൻ കഴിവുവരെ ഉണ്ടാക്കിക്കൊണ്ട് അടുത്ത രാവിലെ എങ്ങനെയെങ്കിലും രാജാവിന്റെ പെർമിഷൻ വാങ്ങിക്കണം, ഇവരെ ഇപ്പൊ തൂക്കിലേറ്റെന്ന് പറഞ്ഞുള്ള പത്രികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും, രാത്രി അഹേസ്വരസ് രാജാവിന് ഉറക്കം വന്നില്ല. അഹേസ്വരസ് രാജാവിന്റെ ഉറക്കത്തെ അവൻ മാറ്റി ഉറക്കത്തെ കെടുത്തിക്കളഞ്ഞു. ഓ ഹല്ലേലൂയ. ഉറക്കം വരാത്ത രാജാവ് പറഞ്ഞപ്പോൾ സാധാരണ അദ്ദേഹം എഴുതുന്ന ഡയറി കുറിപ്പ് ഡയറി കൊണ്ടുവരാൻ അല്ലേ, ദിനവൃത്താന്തങ്ങൾ കുറിച്ചു വയ്ക്കുന്ന പുസ്തകത്തോട് കൊണ്ടുവരാൻ പറഞ്ഞു. ഡയറി കൊണ്ടുവന്ന് നോക്കി, മറിച്ച് ഭാഗങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ കണ്ടു തന്റെ ജീവനെ അപായപ്പെടുത്തുവാൻ വേണ്ടി തന്റെ ചില അവൻ കാര്യസ്ഥന്മാർ പ്രവർത്തിച്ചതിനെ കുറിച്ച് തനിക്ക് അറിവ് കൊടുത്താൽ മോർദെഖായിയെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തി പുസ്തകത്തിന് അവൻ ഓർമ്മ പുസ്തകത്തിൽ തന്റെ ഡയറി കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ രാജാവ് വിളിച്ചു, ഈ മോർദെഖായിക്ക് നമ്മൾ അതിന് പകരമായി പ്രത്യുപകരണം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുന്നു. അതുവരെ ഒന്നും ചെയ്തിട്ടില്ല, മറന്നുപോയത് വിഷയം മറന്നു കിടക്കുക. ഹല്ലേലൂയ, നദിയോടെ തോന്നും. അപ്പോൾ രാജാവ് അപ്പം തന്നെ വിളിച്ചു, ഹാമാൻ പുറത്തുണ്ടായിരുന്നല്ലേ സ്തോത്രം, ആ കഴിവുമനത്തിൽ കേട്ടുവാനായിട്ടുള്ള പദ്ധതികളൊക്കെ ഒട്ടിനെ പ്രയോജനം വിളിച്ചിട്ട് ചോദിച്ചു, അവൻ അറിയാമല്ലോ നിങ്ങൾക്ക് വസ്തുത, രാജാവ് മാനിക്കുവാൻ ഇരിക്കുന്നവരെ അവൻ എങ്ങനെയാ മാനിക്കണമെന്ന് ചോദിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അദ്ദേഹം കരുതി അദ്ദേഹത്തിനെ കുറിച്ച് ആരിക്കുമല്ലേ ചോദിച്ചു എല്ലാ കാര്യങ്ങളും അല്ലേ എന്തൊക്കെയാണ് ചെയ്തു ചക്കൻ രാജാവിന് പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്കറിയാൻ പറ്റും. സ്തോത്രം. അപ്പോൾ അതൊന്നും കുറയ്ക്കേണ്ട, ഇതൊക്കെ മോർദെഖായിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റും അല്ലേ. ഓർക്കണ ദൈവങ്ങളെ സ്തോത്രം, അത് ദൈവത്തിന്റെ അവൻ ഹല്ലേലൂയ. ദൈവം ചില ഉറക്കത്തെ ചില എടുത്തപ്പോൾ ഹല്ലേലൂയ ചില പറഞ്ഞു കിടന്ന ചില വിഷയങ്ങൾ അവൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാനുള്ള ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുവാൻ അവൻ സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. അവൻ മറന്നു കളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ. അവൻ തക്ക സമയത്ത് ഹല്ലേലൂയ ചില കാര്യങ്ങൾ മാറ്റി വെച്ചിരിക്കുക, മറച്ചു വെച്ചിരിക്കുക. ഹല്ലേലൂയ. നദിയോട് ചില മറന്നത് അവൻ നമുക്ക് വേണ്ടി അവൻ തക്ക സമയത്ത് അവൻ ചിലരെ ഓർമ്മപ്പെടുത്തുവാൻ അത് വേണ്ടി വന്നാൽ അവൻ ചില ഉന്നതരുടെ ഉറക്കം വരെ കെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ ദൈവത്തെ പവിത്രപ്പെടുത്തിയാൽ ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അടുത്ത വാക്ക് രണ്ടാമത്തെ വാക്കോട് വായിച്ചാണ്. രണ്ടാമത്തെ വാക്ക് അല്ല, അതല്ല, അടുത്ത വാക്ക് രണ്ടാമത്തെ വാക്ക്, നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും. പ്രൈസ് ഗോഡ്. മറയ്ക്കുന്ന അനുഭവം സങ്കീർത്തന പാഠത്തിൽ നാം കാണുന്നുണ്ട്. ശ്ലോകം 104 സങ്കീർത്തനത്തിൽ കാണുന്നത് തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് തൃപ്തി വരുന്നു. സ്തോത്രം. മാത്രമല്ല തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു. തിരുമുഖം മറച്ചാൽ അത് സർവ്വചരാചരവും മനുഷ്യരും നാം എല്ലാവരും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നാം ഭ്രമിച്ചു പോകും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അവൻ ഭ്രമിച്ചുപോയ അല്ലെ തിരുമുഖം അവൻ മറച്ച സന്ദർഭങ്ങൾ അവൻ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. നാം ഭ്രമിച്ചുപോയ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അവൻ തിരുമുഖത്തെ മറയ്ക്കുന്നതായ സാഹചര്യങ്ങൾ പല സാഹചര്യങ്ങളുണ്ട്. അത് ഒരു ഉന്നത കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തിന് 8-9 വാക്യങ്ങൾ വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന് 8-9 വാക്യങ്ങൾ. ഇവിടെ ആദം ഹവ്വായെ ഒന്ന് കാണുവാൻ വേണ്ടി യഹോവ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇവിടെ കാണുന്നത് അവരെ കാണുന്നില്ല. കർത്താവിന്റെ ആഗ്രഹം അവരെ കാണുമല്ലേ. ഇത് രണ്ട് രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതിരിക്കാൻ പറ്റും. നമ്മൾ രണ്ടുപേര് പരസ്പരം കാണാതിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നിൽ നിന്ന് മാറി നിൽക്കാൻ മറയ്ക്കാം, എനിക്ക് നിങ്ങളിൽ നിന്ന് മറയ്ക്കാം അല്ലെ. രണ്ടു രീതിയിലും പോസിബിലിറ്റി ഉണ്ട്. ദൈവത്തിൽ നിന്ന് മറയ്ക്കപ്പെടുന്ന അനുഭവങ്ങൾ ഞാൻ രണ്ട് കാര്യങ്ങളോട് ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ആദം ഹവ്വായെ ഏദൻ തോട്ടത്തിലാക്കിയ യഹോവ അവരുടെ കൂട്ടായ്മ ആചരിപ്പാൻ സന്തോഷം പങ്കിടുവാൻ അവൻ സായാഹ്ന സമയത്ത് അവൻ ഇറങ്ങി വരുന്ന
അവരെ അന്വേഷിക്കുക അല്ലേ? നീ എവിടെയെന്ന് വിളിച്ചുകൊണ്ട് അവരെ വരുമ്പോൾ നോക്കാം. എന്താണ് നാം വായിച്ചത്? 8ാമത്തെ വാക്യം ഒന്നും വായിച്ചാണ്. എവിടെയാണ്? യെശയ്യാ പറഞ്ഞ 59ാമത്തെ അധ്യായത്തിന് 2ാമത്തെ വാക്യം വായിച്ചത്. യെശയ്യാ 59:2 നോക്കാം. പെട്ടെന്ന് വായിക്കുന്നതോടെ 59:2. നിങ്ങളുടെ പാപസ്വഭാവങ്ങളുടെ പാപങ്ങൾ അത്രേ അവന്റെ മുഖത്തെ നിങ്ങൾ മറയ്ക്കുമാറാക്കും. ഞാൻ ഇവിടെ കാണിച്ചു, ഇവിടെ നേരത്തെ വായിച്ച വിഷയം ആദം ഹവ്വയെ യഹോവ മാറ്റിയതല്ല. സ്തോത്രം. ഇപ്പോൾ അവർ ഓടി ഒളിച്ചിരിക്കുക. യഹോവയുടെ സർവശക്തന്റെ മുഖം കാണാതെ വണ്ണം, സർവശക്തന്റെ ഫേസ് ചെയ്യുവാൻ കഴിയാതെ വണ്ണം അവർ ഓടി ഒളിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ മുഖം നമ്മൾ മറഞ്ഞിരിക്കുവാൻ വെറുതെ ചെയ്തുകൊണ്ട് സ്തോത്രം. നിങ്ങളുടെ വായിച്ചല്ലോ, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയോ പാപപ്രവർത്തികൾ അത്രയും അവന്റെ മുഖം നിങ്ങളുടെ മറഞ്ഞിരിക്കുന്നു. ഇവിടെ ആദം ഹവ്വയോട് യഹോവയുടെ മുഖം മറയ്ക്കുവാൻ ആരും പറഞ്ഞാൽ അവർ തന്നെ ഓടിച്ചിരിക്കുക. എന്തുകൊണ്ടാണ്? കർത്താവോട് ചിലതൊക്കെ പറഞ്ഞിരുന്നില്ലേ? യഹോവ അവരോട് പറഞ്ഞിരുന്നു, സ്തോത്രം, ചെയ്യരുതെന്ന് പറഞ്ഞു. ഹവ്വ ചെയ്തു. സ്തോത്രം. ആ ഫലം പറിച്ചു തിന്നു. ആദമിന് കൊടുത്തില്ലേ? സ്തോത്രം. അതുകൊണ്ടല്ലേ ഇപ്പോൾ തിരുസന്നിധിയിൽ വിട്ട് ഓടുന്നത്? തിരുമുഖം കാണാതെ കൊണ്ട് തിരുമുഖം മറച്ചുകൊണ്ട് അവർ ഒളിക്കുന്നത്. അതുകൊണ്ടല്ലേ? എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അവന്റെ തിരുമുഖം നമ്മൾ നിന്ന് മറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭ്രമിച്ചു പോകും. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, അവൻ നിങ്ങളുടെ അകൃത്യങ്ങൾ എത്രേ, നിങ്ങളുടെ പാപസ്വഭാവങ്ങൾ ഇവിടെ അവൻ ആദ്യ മനുഷ്യനായ ആദവും ഹവ്വയും അവരിപ്പോൾ യഹോവയുടെ തേജസ്സിൽ നിന്ന് ഓടി ഒളിക്കുന്നു. മുഖം കാണാതെ വേണം അവൻ. എന്തുകൊണ്ട്? നഗ്നനെന്ന് അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചു. കർത്താവ് ചോദിക്കല്ലേ? കൂട്ടായ്മ ആചരിക്കുവാൻ തർപ്പണം ആഗ്രഹിച്ചുകൊണ്ട് ആ തിരുമുഖം ഒരുമിച്ച് അവൻ ഷെയർ ചെയ്യുവാൻ പരസ്പരം മുഖാമുഖം കണ്ടുകൊണ്ട് അല്ലെ കൂട്ടായ്മ ആചരിക്കാൻ കണ്ടുന്ന ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് ഓടി ഒളിക്കുന്ന ആദമിനെ ഹവ്വയെ നാം കാണുന്നു. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുക, പലപ്പോഴും യഹോവയുടെ തേജസ് കാണുവാൻ കഴിയാതെ വണ്ണം, ദൈവത്തിന്റെ തിരുമുഖം നമുക്ക് ദർശിക്കുവാൻ കഴിയാതെ വണ്ണം, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, നമ്മുടെയും ജീവിതത്തില് അകൃത്യങ്ങൾ കടന്നു വന്നിട്ടില്ലേ? ഹല്ലേലൂയ. കൂട്ടായ്മയിൽ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നിട്ടിരിക്കുമ്പോഴും ഓർക്കുക, ഹല്ലേലൂയ, നാം തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ അകൃത്യങ്ങൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നദിയോട് തോന്നാം അവൻ. അത് ദൈവത്തിന്റെ മുഖം നമ്മളിനെ മറയ്ക്കുകയല്ല, തിരിച്ച് ഞാൻ ഓർമ്മിക്കുന്ന നമ്മള് ദൈവത്തിൽ നിന്ന് മുഖം മറയ്ക്കുന്നതിന് മുമ്പ് ആദം ഹവ്വ ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ചതുപോലെ നാം ദൈവത്തിന്റെ തിരുമുഖത്ത് നിന്ന് ഓടി ഒളിക്കുന്ന അനുഭവങ്ങൾ നമുക്കത് കാണുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ദൈവവചനത്തിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. ദൈവത്തോട് നമുക്ക് നിലവിളിക്കാം. ഹല്ലേലൂയ. കർത്താവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ നിലനിൽക്കും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ആ തിരുമേശയിൽ നമ്മുടെ മധ്യമുണ്ടല്ലോ, ദൈവത്തോട് നമുക്ക് നിലവിളിക്കാം. അവൻ നാം ഏതെങ്കിലും വിഷയത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ തിരുമുഖത്ത് നിന്ന് മറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ച അനുഭവങ്ങൾ ദൈവത്തോട് നിലവിളിച്ചാണ്. ഹല്ലേലൂയ, അവന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ അവന്റെ തിരുമുഖത്തോട് ചേർന്ന് വരുവാൻ ഹല്ലേലൂയ ദൈവത്തോട് നമുക്ക് യോജിക്കാം. ഒരിക്കലും യോബ് ദൈവത്തോട് നിലവിളിച്ചു. യോബിന്റെ പുസ്തകം 13-ാം അധ്യായം 24-ാം വാക്യത്തിൽ കാണുന്നത് തിരുമുഖം മറച്ചു കൊടുക്കുന്നതും യോബിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചുകൊണ്ടുള്ള പല കഷ്ടപ്പാടുകൾ ഒന്നുമായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. നന്ദിയോട് സ്തോത്രം. 13-20-24 പറയുന്ന 2 കാര്യം മാത്രം എന്നോട് ചെയ്യരുതേ. വായിക്കാമോ? 20-24 നിന്റെ കൈ എങ്കിൽ നിന്ന് പിൻവലിക്കണമേ, നിന്റെ സ്വാർത്ഥനെ ഭ്രമിക്കവന്റെ യോബ് ദൈവത്തോട് നിർവിളിക്കാം. തിരുമുഖം അവൻ മറച്ചുകൊള്ളുന്നു. എന്റെ ശത്രുവായിട്ടായിരിക്കും ശത്രുവിനെ ദൈവത്തോട് നിർവിളിക്കാം. കഴിയുന്നില്ല. നദിയോട് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവായ യേശു തന്നെ അവൻ ദൈവത്തോട് നിലവിളിക്കുന്നുണ്ട്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതുണ്ട്. പിതാവ് അവൻ ഹല്ലേലൂയ പുത്രന്റെ നിലവിളി കാണാതെ മുഖം മറക്കാതെ കാണുന്ന അനുഭവം. ഹല്ലേലൂയ. നദിയോടൊപ്പം ദൈവം അനുവദിച്ചാൽ
അവൻ ഹല്ലേലൂയ അവൻ ചില പ്രശ്നങ്ങളോടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവന്റെ മുഖത്തെ നമുക്ക് മറയ്ക്കുന്ന അനുഭവങ്ങൾ അവരുണ്ടായിരിക്കാൻ സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തോട് നിലവിളിക്കുന്നു. ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം. ഓ ഹല്ലേലൂയ അവൻ തിരുമുഖം അവൻ മറയ്ക്കരുതേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. ഓ ഹല്ലേലൂയ ദൈവത്തിലേക്ക് താഴ്ത്തുവാൻ അവൻ ദൈവത്തിലേക്ക് സമർപ്പിക്കാം. ഏതെങ്കിലും ഹല്ലേലൂയ പരിശോധന കടന്നു പോകുന്ന പ്രിയപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുക. ഹല്ലേലൂയ കർത്താവേ അവിടുത്തെ തിരുമുഖം ഹല്ലേലൂയ ഞങ്ങളിൽ നിന്നും മറയ്ക്കുന്നതും മതിയാക്കണമേ ദൈവത്തോട് നമുക്ക് നിലവിളിക്കാൻ സ്തോത്രം. കാരണം അവന്റെ തിരുമുഖം മറച്ചാൽ അവൻ നമുക്ക് നിൽക്കുവാൻ കഴിയില്ലല്ലോ. സ്തോത്രം. ദൈവത്തോട് നിലവിളിക്കാം. അവന്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ആദരിക്കുവാൻ കാരണം പിതാവ് തന്റെ മുഖം മറച്ചതുപോലെ ഹല്ലേലൂയ അവൻ പ്രതിഷ്ഠകളിൽ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ അവൻ പരിശോധനയോടെ നമ്മെ ദൈവം കടത്തിവിടുമ്പോൾ ഹല്ലേലൂയ കർത്താവ് ചിലപ്പോൾ ചില ചുരുക്കം സമയത്തേക്ക് ഹല്ലേലൂയ ബ്രാക്കറ്റിലേക്ക് അവൻ അനുവദിച്ചേക്കാം. പ്രിയ ദൈവമക്കളെ ദൈവത്തിലേക്ക് നമ്മെ സമർപ്പിക്കാം. തിരുമുഖത്തേക്ക് നമ്മുടെ കണ്ണുകളിൽ എത്താമോ? ദൈവത്തോട് നിലവിളിക്കാമോ? അവൻ മറയ്ക്കുന്നത് അവൻ മുഖം മറയ്ക്കുന്നത് മതിയാക്കണമേത് ദൈവത്തോട് നിലവിളിക്കാമെങ്കിൽ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവൻ ചുരുക്കം സമയത്തേക്ക് ഓ ഹല്ലേലൂയ സദാകാലത്തേക്ക് നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ലോ. ഹല്ലേലൂയ അവൻ ചെറിയ പീരീഡിലേക്ക് മാത്രം അവൻ ഹല്ലേലൂയ അവന്റെ മുഖത്തെ നമുക്ക് മറിച്ചു തന്നുവെങ്കിൽ ഹല്ലേലൂയ ഓ നദിയോട് സ്തോത്രം. 35-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യോട് വായിച്ച് അവൻ അവസാനിപ്പിക്കേണ്ട രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം ഞാൻ ഉള്ളിൽ വിചാരം പിടിച്ച് എന്റെ ഹൃദയത്തിൽ ദിവസം ദുഃഖം അനുഭവിക്കേണ്ടി. നമ്മുടെ ഉള്ളിൽ വിചാരങ്ങളെ ധാരാളമായിട്ട് വിചാരങ്ങൾ ഇട്ടുകൊണ്ട് ഉള്ളിൽ ഭാരങ്ങൾ അപ്പോൾ നിരവധിയുള്ള ഉള്ളിൽ ഭാരമായിട്ട് പോവാൻ അവൻ വിചാരം കൊണ്ട് നാം വിചാരപ്പെടുന്ന നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഓ ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് കഴിയില്ലല്ലോ. സ്തോത്രം. അവൻ വിചാരപ്പെടുന്നതുകൊണ്ട് കാര്യമില്ലാത്തതുകൊണ്ട് ദൈവത്തിലേക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ എല്ലാ സ്തോത്രത്തോട് ദൈവത്തിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ വാഗ്ദത്തമാണ് ദൈവത്തിൽ വായിച്ചു കിടന്ന് 35-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ ഇന്ന് നാം പരിശോധനയിൽ കടന്നു പോകുന്നെങ്കിൽ ഹല്ലേലൂയ ഓർക്കുക അവൻ നമ്മുടെ കഷ്ടത്തിൽ നിന്ന് അവൻ ഹല്ലേലൂയ നമ്മുടെ തിരുസന്നിധിയിൽ നിന്ന് അവൻ സന്തോഷം പ്രാപിക്കേണ്ട ആനന്ദം പ്രാപിക്കേണ്ട നാളുകൾ അവൻ നമ്മുടെ മുന്നിലുണ്ടാവും ഓർത്തുകൊണ്ട് അവൻ പ്രത്യാശിയ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ അവൻ നമ്മെ നിത്യാനന്ദം പകരുന്ന കർത്താവിനെ കേൾപ്പിക്കാം. നിത്യജീവനാണ് കർത്താവ് നമുക്ക് വാങ്ങുന്നത്. ഓ ഹല്ലേലൂയ ദൈവത്തിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഹല്ലേലൂയ അവന്റെ തിരുമുഖം ആമേൻ നമുക്ക് മറക്കുന്നത് ചെറിയ സമയത്തേക്ക് കർത്താവേ എത്രത്തോളം അവൻ നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം പറയും. ദൈവത്തോട് നമുക്ക് നിലവിളിക്കാം. തിരുമുഖം അവൻ ഞങ്ങൾക്ക് മറച്ചാൽ ഞങ്ങൾ നിൽക്കുവാൻ കഴിയില്ല. കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് ദൈവത്തോട് നിലവിളിക്കാം. ഹല്ലേലൂയ ആമേൻ പുത്രനെ പോലും ആദരിക്കാതെ നമുക്ക് വേണ്ടി സകലവും നൽകി തരണം അന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ ആമേൻ അവൻ മറന്നു കളയുന്ന ദൈവമല്ല. ആമേൻ ഹല്ലേലൂയ ചെറിയവരെയും വലിയവരെയും ഭക്തന്മാരെ ചെറിയവരെയും വലിയവരെയും ഓർക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. മറന്നു കളയാത്ത അവൻ നമുക്ക് വേണ്ടി മറഞ്ഞിരിക്കാത്ത ആ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാണ് കർത്താവിന്റെ മേൽ സഹായം.